എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പഞ്ചപാണ്ഡവന്മാർ ഭജിച്ച് പ്രതിഷ്ഠിച്ച മഹാവിഷ്ണു ക്ഷേത്രങ്ങളാണത്. യുധിഷ്ഠിരൻ പ്രതിഷ്ഠിച്ച തൃച്ചിറ്റാറ്റ് മഹാവിഷ്ണു ക്ഷേത്രം, അതുപോലെ ഭീമൻ പ്രതിഷ്ഠിച്ച തൃപ്പതിയൂർ ക്ഷേത്രം. എന്നീ രണ്ട് ക്ഷേത്രങ്ങളെക്കുറിച്ച് ഞങ്ങൾ മുമ്പേ പരിചയപ്പെടുത്തി. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അർജുനൻ പ്രതിഷ്ഠിച്ച തിരുവാറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ്. അവിടെ നടക്കുന്ന വള്ളസദ്യയിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു. ക്ഷേത്രത്തെക്കുറിച്ചും നടന്ന വള്ളസദ്യയെക്കുറിച്ചും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും അടുത്തായിട്ട് നമുക്ക് കാണാം. ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ എന്നിവ ചെയ്യാൻ മറക്കരുത്. പുലാമന്തോൾ പാലമാണ് നിങ്ങൾ കാണുന്നത്. പുലാമന്തോൾ ദിവാകരൻ അവറുകളുടെ നേതൃത്വത്തിലുള്ള ഓം ശിവ തീർത്ഥാടന യാത്ര സംഘത്തിനൊപ്പമാണ് ഞങ്ങൾ പുലാമന്തോളിൽ നിന്നും ബസ്സിന് പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരമാണ് നമ്മൾ കാണുന്നത്. ഈ ഗോപുരത്തിലേക്ക് 18 പടികളുണ്ട്. ക്ഷേത്രത്തിനകത്തേക്കുള്ള പ്രവേശന കവാടമാണ് നമ്മൾ കാണുന്നത്. വള്ളക്കാരെ സ്വീകരിക്കാനായി ഒരുക്കിവെച്ച പൂത്താലം, അഷ്ടമംഗല്യം എന്നിവയൊക്കെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. വള്ളസദ്യയ്ക്ക് മുമ്പുള്ള വഞ്ചിപ്പാട്ട് വള്ളക്കാർ ഇവിടെ ഈ നടയിൽ വെച്ചാണ് പാടുന്നത്. ക്ഷേത്രത്തിന് മുന്നിലുള്ള കൊടിമരം തുലാഭാരം നടത്തുന്നത് ഇവിടെയാണ്. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണ് തിരുവാറന്മുള ക്ഷേത്രം. ശബരിമലയിൽ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കി വഹിച്ചുകൊണ്ടുള്ള യാത്ര ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ശാസ്താവിൻ്റെ ശ്രീകോവിലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇതാണ് പടിഞ്ഞാറേ ഗോപുരം. ചതുർബാഹുവായ ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. 6 അടിയിലധികം ഉയരമുള്ള ശ്രീകൃഷ്ണ വിഗ്രഹമാണ് ഇവിടെ. ഭഗവതിയുടെ ശ്രീകോവിലാണ് ഇത്. ഏറ്റവും ഉയരം കൂടിയ ശ്രീകൃഷ്ണ വിഗ്രഹമുള്ള ക്ഷേത്രമാണ് ആറന്മുള ക്ഷേത്രം എന്ന് കേൾക്കുന്നു. ക്ഷേത്രത്തിന് വടക്ക് വശത്തുള്ള കീഴ്തൃക്കോവിലാണ് ഈ കാണുന്നത്. ബലഭദ്രനും പരമശിവനും ഗണപതിയുമാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ. പത്തനംതിട്ട ജില്ലയിലെ പുണ്യനദിയായ പമ്പാനദിക്കരയിലാണ് ഈ ക്ഷേത്രം. വടക്ക് വശത്തുള്ള ഈ നദിയിലേക്ക് 50-ലധികം പടികളുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റും 28 കരക്കാരും 52 പള്ളിയോടങ്ങളുമാണുള്ളത്. ഇവരെയൊക്കെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നത് ഈ പാർത്ഥസാരഥി ക്ഷേത്രമാണ്. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി ദിവസം മുതൽ ഒക്ടോബർ 2 വരെയാണ് വള്ളസദ്യ നടക്കുന്നത്. വള്ളസദ്യയ്ക്ക് മുൻപായി ഓരോ കരക്കാരും ഒരു ദിവസം പള്ളിയോടം തുഴഞ്ഞ് വഞ്ചിപ്പാട്ട് പാടി ഈ ക്ഷേത്ര സന്നിധിയിലെത്തും. ഇന്നത്തെ വള്ളം വരുന്നത് കാണാനാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത്. ഓണാഘോഷത്തോടനുബന്ധിച്ച് പ്രശസ്തമായ വള്ളംകളി നടക്കുന്നത് ഇവിടെയാണ്. നിലയ്ക്കൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹം 6 മുളയിൽ വെച്ച് നദിയിലൂടെ കൊണ്ടുവന്നതുകൊണ്ടാണ് ആറന്മുള എന്ന പേര് കൈവന്നതെന്ന് ഒരു ഐതിഹ്യമുണ്ട്. ഉച്ചപൂജയ്ക്കാണ് ഇവിടെ പ്രാധാന്യം. എല്ലാ ദേവീ ദേവന്മാരും ഇവിടെ എത്തുമെന്നാണ് സങ്കല്പം.
ഇതാ നമ്മൾ കാത്തിരുന്ന പള്ളിയോടം വളരെ ആവേശത്തോടു കൂടി വഞ്ചിപ്പാട്ട് പാടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയോടം കരയ്ക്കടുക്കുന്ന അപൂർവ കാഴ്ച കാണുവാനായി വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണ് ഭക്തജനങ്ങൾ. തിരുവോണത്തോണിയും ആറന്മുള വള്ളസദ്യയും ഉത്രട്ടാതി വള്ളംകളിയും ഇവിടുത്തെ പ്രത്യേകതകളാണ്. ആഗ്രഹ സാഫല്യത്തിനാണ് വള്ളസദ്യ നടത്തുന്നത്. ഇവിടുത്തെ പ്രധാന വഴിപാടാണ് വള്ളസദ്യ. വള്ളം കരയ്ക്കടുക്കുന്നതോട് കൂടിയിട്ട് വളരെ അപൂർവമായൊരു കാഴ്ച കാണാൻ സാധിച്ചു. അതായത് വളരെ ഭക്തി നിർഭരമായ ഒരു അനുഭവം. കൃഷ്ണപ്പരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ഒരു കാഴ്ച അവിടെ കൂടി നിന്നവരെയെല്ലാം അത്ഭുതപ്പെടുത്തി. പള്ളിയോടം വരുമ്പോൾ പള്ളിയോടത്തിൽ ഭഗവാനും ഉണ്ടെന്നാണ് സങ്കല്പം. വള്ളക്കാരെ സ്വീകരിക്കുന്നതിനായി നിലവിളക്ക്, പൂത്താലം, അഷ്ടമംഗല്യം, മുത്തുക്കുട ഇവയുമായി വന്ന് ക്ഷേത്രത്തിലേക്ക് എതിരേറ്റ് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് മേലോട്ട് അവിടെ പോയി നിൽക്കാം.
ഇങ്ങനെ സ്വീകരിച്ചു കൊണ്ടുവന്ന് ക്ഷേത്രം ഒരു പ്രദക്ഷിണം ചെയ്യുന്നു. ആ പ്രദർശനത്തിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്കും ഭാഗ്യമുണ്ടായി. ക്ഷേത്രം ഒരു പ്രദക്ഷിണം ചെയ്ത ശേഷം ക്ഷേത്ര നടയിൽ വന്ന് ഭഗവാന് മുന്നിൽ വഞ്ചിപ്പാട്ട് പാടി സമർപ്പിക്കുന്നു. വഞ്ചിപ്പാട്ട് പാടിയതിന് ശേഷമാണ് വള്ളസദ്യ ആരംഭിക്കുന്നത്. പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിലെ വള്ളസദ്യയ്ക്കുള്ള പാസാണിത്. ഹാളിൽ വള്ളസദ്യ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ഊഴത്തിനായി കാത്തിരിക്കുകയാണ് ഞങ്ങൾ. മനോഹരമായൊരു ഗീതോപദേശത്തിൻ്റെ ശില്പമാണിത്. ഞങ്ങൾ വിശ്രമിക്കുന്ന ആ ഹാളിൽ ഇതുപോലെയുള്ള ധാരാളം ശില്പങ്ങളുണ്ടായിരുന്നു. ഗീതോപദേശത്തിനിടയിൽ ഭഗവാൻ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുത്ത രൂപത്തിലാണ് ക്ഷേത്രത്തിലെ വിഗ്രഹം. അടുത്തതായി ഞങ്ങൾ വള്ളസദ്യ കഴിക്കാനായി ഹാളിലേക്ക് പോവുകയാണ് കേട്ടോ. അവില്, മലര്, കൽക്കണ്ടം, മുന്തിരി, കരിമ്പ്, വഴുതനങ്ങ, മെഴുക്കുപുരട്ടി, ഉപ്പുമാങ്ങ, എള്ളുണ്ട, പരിപ്പുവട, ഉണ്ണിയപ്പം, ചമ്മന്തിപ്പൊടി, പഴനുറുക്ക്, ചെറുപഴം, 4 തരം പായസം എന്നിങ്ങനെ 50-ലധികം വിഭവങ്ങൾ ചേർന്നിട്ടാണ് ഞങ്ങൾ വള്ളസദ്യ കഴിച്ചത്. സദ്യയ്ക്ക് വള്ളക്കാർ ചോദിക്കുന്നതനുസരിച്ചാണ് വിഭവങ്ങൾ വിളമ്പുന്നത്. വള്ളസദ്യ ഉണ്ണുന്നവർക്കും സദ്യ വിളമ്പുന്നവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകുമെന്നാണ് വിശ്വാസം. ഉപ്പുമാങ്ങയും വഴുതനങ്ങ മെഴുക്കുപുരട്ടിയുമാണ് ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യം. വഞ്ചിപ്പാട്ട് പാടിക്കൊണ്ട് പള്ളിയോടം വരുന്ന ഭക്തിനിർഭരമായ കാഴ്ചയും വള്ളസദ്യയിൽ പങ്കെടുക്കാൻ സാധിച്ചത് ഭഗവാന്റെ അനുഗ്രഹമായി കരുതുന്നു. ആറന്മുള ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു.